സൂപ്പർ. എങ്ങനെയുണ്ട് പടം? പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം ബ്രോ എങ്ങനെയുണ്ട്? ഓഡിയൻസിനോട് കണ്ടപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല, ഇത്ര അടിപൊളിയായിട്ടാണ്. സെറ്റാണ്, എല്ലാവരും പോയി കാണണം. ഭക്തി സാന്ദ്രം സൂപ്പർ. നന്നായിരുന്നു. സൂപ്പർ സൂപ്പർ. അനീഷ് അടിപൊളിയായിരുന്നു. ചേച്ചി എങ്ങനെയുണ്ട്? എല്ലാവരും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പോയി എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പുതിയ ആളുകളൊക്കെ ഒത്തിരി നന്നായിട്ട് നല്ല പെർഫോമൻസ്. പടം വിജയിക്കും. നല്ലൊരു പടം. സിമ്പിൾ പടത്തിലായിരുന്നു ഗംഭീരം. അടിപൊളി. നല്ല പടം. സൂപ്പർ. അഭിനയിച്ചിട്ടുണ്ട്, കണ്ടിട്ട് പറയണം. പടം സൂപ്പറായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് പടത്തിനെ കുറിച്ചല്ല, അതിൻ്റെ ഡയറക്ടറിനെ കുറിച്ചാണ് പറയാനുള്ളത്. വിഷ്ണു വെഞ്ഞാറമ്മൂട് കുറേ പുതിയ ആർട്ടിസ്റ്റുകൾക്ക് അവസരങ്ങൾ നൽകി. ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനത്തെ ഡയറക്ടർമാരെയാണ് ആവശ്യം. കലാഫീൽഡിൽ ഇങ്ങനത്തെ ഡയറക്ടർമാരെയാണ് ആവശ്യം. എന്താ പറയുക, സൂപ്പറായിരുന്നു സിനിമ. ആവറേജ് സിനിമ. ഓക്കെ, താങ്ക് യു. എല്ലാവരും പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? എല്ലാവരും നന്നായിട്ട്. നല്ല ഡയറക്ഷൻ. അനീഷ് ഗംഭീരം. ചേട്ടനൊരു ഡിഫറെൻ്റ് അപ്രോച്ചിലുള്ളൊരു പടം കൂടിയാണ്. അതെ അതെ അതെ. എന്ത് തോന്നുന്നു ഓഡിയൻസിലൂടെ കണ്ടപ്പോൾ? ഞാൻ ചെയ്തിട്ടുള്ള വെച്ചൊരു വ്യത്യസ്ത കഥാപാത്രം നന്നായിട്ട് ചെയ്തിട്ടുള്ള തോന്നുന്നു. ബാക്കി എല്ലാവരും കണ്ടിട്ട് പറയാം. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് മുന്നേ വരണത്തുള്ളൂ. ആ ഓക്കെ ശരി. അപ്പോൾ ഓക്കെ. അപ്പോൾ കാഴ്ച എന്നെ മിക്കവാറും എന്നും കാണുന്നല്ലോ. എന്റെ സിനിമ ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് വേണമെങ്കിൽ നീ കണ്ടില്ലല്ലോ, നീ കണ്ടു കേട്ടോ. നല്ല അഭിപ്രായം പറയാൻ ചെയ്തിട്ടുള്ളത് വെച്ച് വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ്. നന്നായിട്ടൊന്നും നല്ലൊരു പറയുന്നുണ്ട്. ആണല്ലോ, എനിക്ക് കണ്ടുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. നന്നായിട്ട് വരട്ടെ, പടം നന്നായിട്ട് വരട്ടെ. റിയാസ്, അനീഷ് എമ്മിലാണ് ഇവരുണ്ട്. നല്ല സാമിശക്തി അയ്യപ്പനെ കണ്ടൊരു ഫീല് വന്നു. ആ ഫീല് വന്നു എല്ലാവരും പറയുന്നു. ഇത് കൊടുക്കണം. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ആ എഫേർട്ടാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ മൂവിയുടെ റിവ്യൂവിലല്ല. ഇപ്പം മലയാള സിനിമ എനിക്ക് തോന്നുന്നു മൂവി റിവ്യൂ ചെയ്യുന്നു എന്ന് വെച്ചാൽ മൂവി റിവ്യൂ ചെയ്തിട്ടാണ് ഓരോരുത്തരും കാണാൻ വേണ്ടി പോകുന്നത്. നോട്ട് ലൈക്ക് ദാറ്റ്. ആ എഫേർട്ടിന് നിങ്ങൾ ഇത് കൊടുക്കണം. അതുകൊണ്ട് റിവ്യൂ ബേസിസ് അല്ല. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മൂവി കൊള്ളില്ല ഇല്ല. സോ യെസ്, എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ റിവ്യൂ പറയാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ശരിയല്ലേ? ഞാൻ നിവിൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ള നല്ല പടം. നന്നായിട്ടുണ്ട്. ഞാൻ നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു 10 വയസ്സ് പുറത്ത് ഇമോഷണൽ സീൻസ് ഞാൻ ചെയ്തിട്ടുള്ളത് വെച്ച് മതിയെന്നേ. നല്ല പെർഫോമൻസ് കോച്ചിങ് അല്ലേ? എന്നെ പൊക്കി പറയാൻ വേണ്ടി നിന്നെ കൊണ്ടുവന്നാണോ നീ? പറയണോ? അതെ, നമ്മൾ ഇതാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ടുണ്ടെന്നൊക്കെ നീ എന്നെ പറ്റി പൊക്കി പറയാം. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി ആണല്ലോ. ഞാനിപ്പോൾ എന്തിനാ പൊക്കി പറയേണ്ട ആവശ്യം? അത് പിന്നെ ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. അതിന് എനിക്ക് താല്പര്യമില്ല. ആർട്ടിഫിഷ്യലിനോട് എനിക്ക് തീരെ താല്പര്യമില്ല.
അല്ലെങ്കിൽ സ്വന്തം ആള് നായകനായിട്ടൊക്കെ അഭിനയിച്ച പടമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ? വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. സുധീരേട്ടനൊക്കെ ഈ ലെവലിൽ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആളാണല്ലോ. അത് ഞാൻ കാര്യമുണ്ട്. സുധീരേട്ടൻ ഇപ്പോഴല്ലേ എന്നെ നിങ്ങൾ കാണാൻ തുടങ്ങിയത്. ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സുധീരേട്ടൻ എന്ന് പറയുന്നത്. മലയാള സിനിമ പ്രായം പറയുന്നില്ല. അപ്പോൾ അതായത് മലയാള സിനിമയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു വ്യക്തി. അതിനിപ്പോൾ ഈ ലെവലൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പം എന്നെ കണ്ടിട്ട് ഒരു 3 months മുന്നേ അല്ലേ, അതിന് മുന്നേ ഞാൻ ഇവിടെ വരുന്നൊരു വ്യക്തിയാണ്. ഇതേപോലെ നിന്നിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് പണ്ട് വല്ല എൻ്റെ പുറത്തിട്ട് എനിക്ക് നിങ്ങളെ കാണിച്ചിട്ടൊക്കെ എനിക്ക് ഫുഡ് വാങ്ങിച്ച് തിന്നാൻ പറയുന്നത്. ഓക്കെ. അപ്പം ആ ചോദ്യം ആ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ എപ്പോഴും ചെയ്യുന്നത് ഒരു വില്ലൻ ക്യാരക്ടർ ആണല്ലോ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ്. പിന്നെ നായകനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം അടുത്ത മൂവിയിൽ എവിടെയെങ്കിലും 2 സെക്കൻഡിൽ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനും ഉപയോഗിക്കുന്നില്ല. ഏത് മൂവി കമ്മിറ്റ് ആയതൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചെയ്യാൻ താല്പര്യമില്ല. വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഷോന്ന് തന്നെ ചെയ്യും. അതിപ്പം മൂവിയിൽ അഭിനയിക്കാൻ ഇഷ്ടമില്ലാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഉള്ളിനുള്ളിൽ എല്ലാവർക്കും വലിയ ഇതിലെങ്ങനെ ഇപ്പോൾ നമ്മൾ ബന്ധപ്പെടാം? നേരിട്ട് ബന്ധപ്പെടുന്നത് ഇമെയിൽ വഴി ബന്ധപ്പെടാൻ പറ്റും. പിന്നെ മാനേജറൊന്നുമില്ല. മാനേജർ ഇപ്പം ഞാൻ ഒഫീഷ്യലി സ്പൈറൽ ആ സാധനം കിട്ടത്തില്ല. അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ഇപ്പം എൻ്റെ മാനേജർ ഓക്കെ, അടിപൊളി. വെറും വർഷ അറിയില്ലേ? അറിയാം. വെറും വർഷമായിട്ട് കുറച്ച് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഫ്യൂച്ചർ. ഇന്ന് ഞാൻ ഉണ്ടായിരുന്നല്ലോ വെറും വർഷമായിട്ട്. കണ്ടില്ല, പറഞ്ഞില്ല. ഞാൻ തളങ്കാവിൽ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക്? പൊളി. അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ പറയാൻ കൂടി ഞാനാണ്. സിനിമ കണ്ട ഞങ്ങളുടെ അഭിപ്രായം ഇത് തന്നെ. കാര്യം നമുക്ക് മലയാളത്തിൽ നല്ലൊരു സംവിധായകനാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുണ്ട്. കാര്യം ഒരു ലാഗും ഇല്ലാതെ ഒരു ഫ്ലോയിൽ ഈ പിക്ചർ പോയെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞങ്ങൾക്ക് ഒരു മടുപ്പും തോന്നിയിട്ടില്ല. വളരെ അഭിനന്ദിക്കുകയാണ് അതിൻ്റെ ഡയറക്ടറെയും ഇരിക്കുന്ന അഭിനേതാക്കളെ മുഴുവൻ. 1 കോടി പോലും കോടികൾ ചെലവാക്കിയിട്ട് ബോറടിച്ചു പോകുന്ന എത്രയോ സിനിമകൾ പോകും. 1 കോടി പോലും ചിലവാകാത്തൊരു എല്ലാം നന്നായി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാം കൂടെ ചേർത്ത് സിനിമയെ കുറിച്ച് എന്താണെന്നുള്ളൊരു ധാരണയില്ല. ഇതിനകത്ത് സീനുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് സിനിമ കണ്ടതിപ്പോഴാണ് എന്താണ് ഓവറോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി. നമുക്ക് ഇതിൽ ഉള്ള ഒരു ആളുകൾ പ്രത്യേകിച്ച് ഉറപ്പായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശബരിമല അയ്യപ്പൻ വികാരമല്ലേ, അത് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ആ ഒരു തലത്തിലോട്ട് ഈ ഒരു സിനിമ കാണുന്നതിൽ എത്തിക്കുന്നത്. അതുപോലെ തന്നെ പാട്ടുകളാണെങ്കിലും വളരെ മണികണ്ഠ നിങ്ങൾ കണ്ടായിരുന്നു. അവസരം നോർമലി പോഷണങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന കുട്ടിയുടെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന നല്ല പ്ലാറ്റ്ഫോമാണ് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല മൂവിയാണ്. നമുക്ക് ത്രൂഔട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഫസ്റ്റ്
ഒന്നുകൂടി പറയാൻ പാടില്ല ഓഫ് ചെയ്തിട്ടാണ്. അയ്യോ എനിക്കത് പറ്റില്ല. അല്ല, ഇതിൽ ഒരു കഥാപാത്രം ചെയ്തത് ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവിയല്ല, പക്ഷേ ഇതിലെനിക്ക് നല്ലൊരു എന്താ എനിക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ശരിക്കും ഈ വയസ്സായവർക്ക് ഒരു ഭക്തി എന്ന് പറഞ്ഞൊരു സംഭവം അങ്ങനെ തിയേറ്ററിൽ വന്നിട്ട് കുറച്ച് സിനിമകളെ അങ്ങനെ പ്രായമാർക്കുള്ളവർക്ക് മാത്രമായിട്ടുള്ളത് അല്ലാന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവർക്കും കുറച്ചും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ടെററിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഭവം.